കേരള കോൺഗ്രസ് എമ്മിന്റെ കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ബോയ്സ് ടൗണിൽ സ്വീകരണം നൽകി. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ കേന്ദ്രമായ തലപ്പുഴയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. BJP സർക്കാർ വർഗീയത ഇളക്കിവിട്ടും CPM സോഷ്യൽ ഫാസിസം ഇളക്കിവിട്ടുമാണ് രാജ്യത്തെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി മാത്യു അധ്യക്ഷനായിരുന്നു. പൊതുയോഗം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നേതാക്കളായ പ്രമോദ് നാരായണൻ, സജി കുറ്റ്യാനിമറ്റം, ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ, TL സാബു തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രവും കേരളവും ഭരിക്കുന്നവർ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി കേരള യാത്രയ്ക്ക് തലപ്പുഴയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വപ്നങ്ങൾ മാത്രം വിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഓരോ നിമിഷവും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് ഇന്ന് കേന്ദ്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ യോഗത്തിൽ ഇരുന്നപ്പോൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യം ജർമ്മനിയിലുള്ള ആ പ്രതിനിധി പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരു നിയമം പാസാക്കുമ്പോൾ മറ്റുള്ള ജനാധിപത്യ രാജ്യങ്ങൾ, ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങൾ അത് ശ്രമിക്കുകയാണ്. അവരുടെ മേൽ സമ്മർദ്ദം വരികയാണ്, അവരും അതുപോലുള്ള നിയമം പാസാക്കണം എന്നുള്ളത്. 6 മാസക്കാലം കഴിഞ്ഞു, കണക്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മന്ത്രിമാർ പറയുന്ന കണക്കല്ല കൃഷിമന്ത്രി പറയുന്നത്, കൃഷിമന്ത്രി പറയുന്ന കണക്കല്ല മുഖ്യമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്ന കണക്കല്ല നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്, നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ച കണക്കല്ല ഇന്ന് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വിടുന്നത്. നേരെ ചൂനെ കണക്കെടുക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ്. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് ബൈരക്കുപ്പ ഗുണ്ടറയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. പുളിച്ചോട്ടിൽ ദേവസ ഗൌഡറുടെ മകൻ ചിന്നപ്പയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 35 വയസ്സായിരുന്നു. ഇതേ തുടർന്ന് ഭീതിയിലായ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ബാവലി മച്ചൂരിൽ കടുവ കർഷകനെ കടിച്ചുകൊന്ന സംഭവത്തിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരമായി നൽകും. ബാവലി അതിർത്തിയോട് ചേർന്ന് ഗുണ്ടൂർ സ്വദേശി ചിന്നപ്പയെയാണ് കടുവ രാവിലെ കടിച്ചുകൊന്നത്. സംഭവത്തിൽ തീരുമാനമാകാത്തതിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ എത്തിയാൽ മാത്രമേ വനത്തിൽ നിന്ന് മൃതദേഹം എടുക്കാൻ സമ്മതിക്കുകയുള്ളൂവെന്ന് ബന്ധുക്കളും നാട്ടുകാരും വാശി പിടിച്ചതോടെയാണ് സംഭവം രൂക്ഷമായത്. തുടർന്ന് മൈസൂർ സബ് കളക്ടർ സുശീല കൗൾ ഉച്ചയോടെ സ്ഥലത്തെത്തി. തുടർന്ന് കാക്കരക്കോട്ടെ ടൈഗർ ഡിവിഷൻ ACDFO സെന്തിൽ, ബീജനഹള്ളി CI, ഡീക്കുപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരും നാട്ടുകാരും ചേർന്ന് നടത്തിയ ചർച്ചയിൽ തീരുമാനമായതോടെയാണ് മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ വിട്ടുകൊടുത്തത്. ನಮ್ಮ 4-5 ಹುಲಿ ಅಲ್ಲ ರಾಸು ಹೋಯ್ತು, ಜೀಪ್ ಹೋಯ್ತಿದ್ರು, ಜೀಪ್ ಆಗ್ತದೆ, ಅದನ್ನ ಗಾಜು ಹೊಡೆದ್ಬಿಟ್ಟು ಮನ್ಸು ತಗೊಂಡು ಹೋಗಕ ಅವೆಲ್ಲ ನಾವು ಹೇಳ್ಕೊಟ್ಟಿದ್ದು. ಇವ್ರು ಮನ್ಸಿಲ್ದೆ ಇವ್ರು ಸುಮ್ಮಿಗೆ ಇದ್ಕೊಂಡು ನೋಡಿದ್ವಿ. 2 ಹೆಣ ಆಯ್ತು. ಈಗ ಇಲ್ಲ ಅಂದ್ರೆ ಅದನ್ನು ಗುಂಡು ಹೊಡೆದು ಇದನ್ನ ಒಳ್ಳೆದು ಮಾಡ್ತೀವಿ. 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് വൈകിട്ടോടെ തന്നെ ഭാര്യയ്ക്ക് കൈമാറി. കൂടാതെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ ജോലി നൽകാനും അടിയന്തര സഹായമായി 50,000 രൂപ നൽകാനും ചർച്ചയിൽ തീരുമാനമായി. ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. തുടർന്ന് HD കോട്ടയിൽ നിന്ന് വനത്തിലൂടെ ഗുണ്ടൂരിലേക്ക് KSRTC സർവീസ് നടത്താനും തീരുമാനിച്ചു. 1 മാസം മുമ്പ് ബൈരക്കുപ്പ ആനമാളം കാട്ടുനായ്ക്ക കോളനിവാസിയെ കടുവ കടിച്ചു കൊന്നിരുന്നു. ഒരാഴ്ച മുമ്പാണ് 4 പശുക്കളെയും 7 ആടുകളെയും കടുവ കൊന്ന് ഭക്ഷിച്ചത്. കടുവയെ കൂടുവെച്ച് പിടിക്കാൻ ശ്രമം നടത്തിവരികയാണെന്നും ഇവർ പറഞ്ഞു. ചരിത്രത്തിലാദ്യമായാണ് കർണാടകയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിന് പ്രതിഷേധത്തെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നഷ്ടപരിഹാര തുക കൈമാറുന്നത്. തിങ്കളാഴ്ച രാവിലെ വീടിന് സമീപം വച്ചാണ് ചിന്നപ്പയെ കടുവ ആക്രമിച്ച് കൊന്നത്. സുരേഷ് കാട്ടിക്കുളം, വയനാട് വിഷൻ. ബത്തേരി ചതലയത്തെ റവന്യൂ ഭൂമി വിവിധ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് ഹൈക്കോടതി സ്റ്റേ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പ്രശ്നപരിഹാരത്തിനു വേണ്ടി നഗരസഭ സബ് കമ്മിറ്റി രൂപീകരിച്ചു. സ്റ്റേ ഉത്തരവ് നഗരസഭ ലൈഫ് മിഷൻ പദ്ധതികളെയും ബാധിക്കും. ഭൂമിയിൽ നഗരസഭ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയെയും സ്റ്റേ ഉത്തരവ് ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സബ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇരുളം മിച്ച ഭൂമിയിലെ SC കുടുംബങ്ങൾക്ക് ചതലയം റവന്യൂ ഭൂമി പതിച്ചു നൽകുന്നതിനെതിരെ പ്രദേശത്ത് രൂപീകരിച്ച കർമ്മസമിതിയാണ് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത്. ചെതലയം റവന്യൂ ഭൂമി ഇരുളം മിച്ചഭൂമിയിലെ SC കുടുംബങ്ങൾക്ക് പതിച്ചു നൽകുന്നതിനെതിരെ പ്രദേശത്ത് രൂപീകരിച്ച കർമ്മസമിതിയാണ് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത്.
പൊതു ആവശ്യങ്ങൾക്ക് മാത്രം ഭൂമി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർമ്മസമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ റവന്യൂ ഭൂമിയിലെ നിർമ്മാണവും മറ്റ് ക്രയവിക്രയങ്ങളെല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇതോടെ 15 കോടി രൂപ ചെലവിൽ ചെതലയത്ത് നഗരസഭയ്ക്ക് വിട്ടു നൽകിയ 50 സെന്റ് സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും തടസ്സമായി. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനായി നഗരസഭ വിവിധ കക്ഷി നേതാക്കളടങ്ങിയ സബ് കമ്മിറ്റി രൂപീകരിച്ചത്. ലൈഫ് മിഷന്റെ 50 സെന്റ് സ്ഥലം റവന്യൂ വിട്ടു തന്ന സർക്കാർ പ്രൊജക്റ്റായ ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് നിർമ്മിക്കാനുള്ള സ്ഥലം അതിനകത്ത് ഉൾപ്പെട്ടു. ഈ സർവേ നമ്പർ 1 ആയതുകൊണ്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് മറ്റേ ഈ കുടിയേറ്റക്കാർക്ക് മറ്റേ കൈവശക്കാർ ഇറളം മിച്ച ഭൂമിയിൽ നിന്ന് ഇറക്കി വിട്ട ആൾക്കാർക്ക് ഭൂമി കൊടുക്കേണ്ടെന്ന് നഗരസഭ പറയുന്നില്ല. പക്ഷേ ഇതൊരു കണ്ണായ സ്ഥലമാണ്. മറ്റൊരു സ്ഥലം കണ്ടെത്തി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. ഇവിടെ ഒത്തിരി നഗരസഭാ പരിധിയിൽ ഒത്തിരിയേറെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സബ് കമ്മിറ്റി രൂപീകരിച്ച് ആക്ഷൻ കമ്മിറ്റിയായി സംസാരിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള, അതായത് ആ മിച്ചഭൂമിക്കാർക്ക് കൊടുക്കേണ്ട ഭാഗത്ത് സ്റ്റേ നിന്നോട്ടെ, മറ്റ് പ്രദേശത്ത് ലൈഫ് മിഷൻ്റെ സ്ഥലത്ത്, താലൂക്ക് ആശുപത്രിയുടെ സ്ഥലത്ത്, ഹോമിയോ ആശുപത്രിയുടെ സ്ഥലത്ത്, സബ് സെൻറ്റർ ഉൾപ്പെടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്റ്റേ ഒഴിവാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. സ്റ്റേ നീക്കി ഫ്ളാറ്റ് നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ഇതിനായി ലഭിച്ച 15 കോടി രൂപ നഷ്ടമാകും. ഇതിനു പുറമെ റവന്യൂ ഭൂമിയിൽ നിർമ്മാണം പൂർത്തിയായ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അതേസമയം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി പതിച്ചു നൽകുക എന്ന സർക്കാർ നയത്തിനെതിരെ കർമ്മസമിതി തന്നെ സ്റ്റേ വാങ്ങിയതിനെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട്. വയനാട് വിഷൻ, ബത്തേരി. ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന പഠനവീട് മാതൃകാപരമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. കേരള പോലീസ് അസോസിയേഷനും ജില്ലാ ലൈബ്രറി കൗൺസിലും സംയുക്തമായി മാനന്തവാടി വള്ളിയൂർക്കാവ് കാവുമ്പുര കോളനിയിൽ ഒരുക്കിയ പഠനവീട് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM ശശിധരൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശോഭാരാജൻ, വാർഡ് കൗൺസിലർ ശ്രീലത കേശവൻ, മാനന്തവാടി ASP വൈഭവ് സക്സേന, കൽപ്പറ്റ DYSP പ്രിൻസ് അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ ട്രൈബൽ കോളനി നിവാസികൾ ധാരാളം ജീവിക്കുന്ന ഈ പ്രദേശത്ത് ഇത്തരം ഒരു പഠന വീട് ഒരു അനുഗ്രഹമാണ്, ഒരു മാതൃകാപരമായ സംരംഭമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. ഇതിന് ഏതാണ്ട് വലിയ നിലയിൽ തന്നെയുള്ള സമാഹരണം പുസ്തകത്തിന് വേണ്ടി ഗോത്ര ജനതയ്ക്ക് അക്ഷരത്തിളക്കമേകാൻ പോലീസ് അസോസിയേഷനും ജില്ലാ ലൈബ്രറി കൗൺസിലും സംയുക്തമായി പഠനവീട് ഒരുക്കുന്നു. മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ കാവുമ്പുര കോളനിയിലാണ് ഗോത്ര ജനതയുടെ ഉന്നമനത്തിനായി ജില്ലയിൽ ആദ്യമായി പഠനവീട് ഒരുങ്ങിയത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പഠനവീട് നാടിന് സമർപ്പിച്ചു. ഗോത്രജനതയുടെ കലാസാംസ്കാരിക സംഗമവേദിയായ വള്ളിയൂർക്കാവിലെ കാവുമ്പുര കോളനിയിലാണ് വായനയുടെ നവലോകം തീർക്കാനായി കേരള പോലീസ് അസോസിയേഷനും ജില്ലാ ലൈബ്രറി കൗൺസിലും ചേർന്ന് പഠനവീട് ഒരുക്കിയത്. ഗോത്ര വിദ്യാർത്ഥികൾക്ക് PSC പരിശീലനം നൽകുക, കോളനിയിലെ വിദ്യാർത്ഥികളെ കൊഴിഞ്ഞുപോക്ക് തടയുക തുടങ്ങിയ ഗോത്ര വിദ്യാർത്ഥികളുടെ പഠന ഉന്നമനം ലക്ഷ്യം വെച്ചാണ് പഠനവീട് ഒരുക്കിയത്. ജില്ലയിലെ പോലീസ് സേനാംഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മറ്റ് സമാന ചിന്താഗതിക്കാരിൽ നിന്നും ശേഖരിച്ച 1500ഓളം പുസ്തകങ്ങൾ ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രമായ പഠനവീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് ഘട്ടം ഘട്ടമായി വൈവിധ്യങ്ങളായ പുസ്തക സമകാലിക ശേഖരങ്ങൾ ഒരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റി വള്ളിയൂർക്കാവ് കാവുപുര കോളനിയിൽ പഠനവീട് എന്ന് പറഞ്ഞൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. കോളനിയിലെ കുട്ടികളുടെ സ്കൂളിൽ പോക്കും മറ്റും ഉറപ്പുവരുത്തുക, അതുപോലെ കോളനിയിലെ ഒരു ലൈബ്രറി, ട്രൈബൽ ലൈബ്രറി ആയിട്ട് വയനാട് താലൂക്ക് ലൈബ്രറി കൗൺസിലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ലൈബ്രറിയും അതിനോടൊപ്പം തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററും ഒരു കൗൺസിലിംഗ് സെൻറ്ററുമാണ് ഈ പഠനവീട്ടിൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഠനവീട് നാടിനായി സമർപ്പിക്കുന്ന ചടങ്ങ് വലിയ ആഘോഷമായാണ് നടന്നത്. നാടൻപാട്ടും തുടിത്താളവുമായി ഒരു ദിവസം നീണ്ടുനിന്നതായിരുന്നു പഠനവീട് നാടിനായി സമർപ്പിക്കുന്ന ചടങ്ങ്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.
സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്നതിന് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് അതിർത്തിയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ അമ്പായത്തോട് ടൗണിൽ 10ഓളം വരുന്ന മാവോയിസ്റ്റ് സംഘം ആയുധങ്ങളുമേന്തി പ്രകടനം നടത്തിയത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വീടുകളിൽ നിന്നും ഇവർ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്നതായും ശ്രദ്ധയിലുണ്ട്. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിൽ ഇന്റലിജൻസ് വിഭാഗത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വയനാട് ജില്ലയിൽ 44-ൽ കഴിഞ്ഞ മാസം മാവോയിസ്റ്റുകൾ പോസ്റ്റർ പതിച്ചിരുന്നു. വയനാട്ടുകാരനായ സോമന്റെ നേതൃത്വത്തിൽ തവിഞ്ഞാൽ സ്വദേശിയായ യുവതി ഉൾപ്പെടെയുള്ള സംഘം ജില്ലയിൽ പ്രവർത്തിക്കുന്നതായും മാറി മാറി പല സ്ഥലങ്ങളിലാണ് ഇവരുടെ പ്രവർത്തനമെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് പ്രവർത്തനം വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു യൂണിഫൈഡ് കമാൻഡ് രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായി വനത്തിനുള്ളിലും വനാതിർത്തിയിലുമുള്ള ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് മാത്രം യുവതി യുവാക്കളെ PSC മുഖേന കണ്ടെത്തി 75 പോലീസ് കോൺസ്റ്റബിൾ തസ്തികകൾ സൃഷ്ടിച്ച നിയമനവും നടത്തിയിട്ടുണ്ട്. ഇവരുടെ പരിശീലനം അന്തിമഘട്ടത്തിലാണ്. കൂടാതെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച കീഴടങ്ങുന്നതിനായി കീഴടങ്ങൽ പുനരധിവാസ പദ്ധതിയും സർക്കാർ നടപ്പിലാക്കുന്നു. കൂടാതെ മാവോയിസ്റ്റ് ഭീഷണി നിലവിലുള്ള ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നുണ്ട്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. വനഗ്രാമമായ ചെട്ടിയാലത്തൂരിലെ സ്കൂളിന്റെ നിർമ്മാണ സാമഗ്രികൾ വനം വകുപ്പ് തടഞ്ഞതിൽ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വനം വകുപ്പ് അധികൃതരും തമ്മിൽ ശക്തമായ വാക്കേറ്റത്തിനു ശേഷമാണ് നിർമ്മാണ സാമഗ്രികൾ സ്കൂളിലെത്തിച്ചത്. സ്വയം സന്നദ്ധ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ചെട്ടിയാലത്തൂർ LP സ്കൂളിൽ പഠിക്കുന്നത് ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ആനയടക്കമുള്ള വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ ഗ്രാമപഞ്ചായത്ത് ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോവുകയായിരുന്ന നിർമ്മാണ സാമഗ്രികളാണ് വനം വകുപ്പ് തടഞ്ഞത്. തുടർന്ന് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭൻകുമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. നിർമ്മാണ സാമഗ്രികൾ സ്കൂളിലെത്തിക്കാൻ ശ്രമിച്ചതും വനം വകുപ്പ് തടഞ്ഞതോടെ ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സർക്കാർ സ്കൂളിന്റെ പണി നടക്കുന്നതിന് തടയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നോക്കിക്കോ. പിന്നീട് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മാണ സാമഗ്രികൾ സ്കൂളിലെത്തിച്ചു. വനം വകുപ്പിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ബഹുജന പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭൻകുമാർ പറഞ്ഞു. ഈ വർക്ക് നടക്കുമ്പോൾ ഇങ്ങോട്ടുള്ള വണ്ടി തടയുകയാണ്. ഞങ്ങളുടെ വണ്ടി അടക്കം തടഞ്ഞു. ഞങ്ങൾ വന്ന വണ്ടി അടക്കം തടഞ്ഞിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ആരാണ് ഇവർക്കുള്ള അധികാരം കൊടുത്തത്? ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും ഡിസ്ട്രിക്ട് കളക്ടർക്കും സബ് കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഏതറ്റം വരെ പോകുന്നതിനും നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളെ ഞങ്ങൾ അണിനിരത്തിയിട്ട് ഈ ധിക്കാരത്തിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു തർക്കമില്ല. എന്നവരൊന്ന് തടയട്ടെ. വനാവകാശം നിയമം എന്ന് പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതാ. വീടുണ്ടാക്കുന്നതിന് 25 മരം വരെ മുറിക്കാനുള്ള അധികാരം പാവപ്പെട്ട ആദിവാസികൾക്കുണ്ട്. ഈ വനം സംരക്ഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ ആദിവാസികളും കൂടിയിട്ടാണ്, പൊതുജനങ്ങളും കൂടിയിട്ടാണ്. വിരലെണ്ണാവുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ വനം സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷനായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഒരു LP സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി എന്നുള്ള തരത്തിൽ ബന്ധപ്പെട്ട സർക്കാരിന് ഞങ്ങൾ പരാതി കൊടുക്കും. ഞങ്ങൾ വണ്ടി അടക്കം തടഞ്ഞു. തനി ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഏതറ്റം വരെയും ബഹുജനങ്ങൾ അണിനിരത്തിയിട്ട് വലിയൊരു ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർക്കാണ്. വയനാട് വിഷൻ, ചീരാൽ. ചെട്ടിയാലത്തൂർ വനഗ്രാമത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കരുതെന്ന് കലക്ടറുടെ നിർദ്ദേശമുണ്ടെന്ന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ അജയ് ഘോഷ്. 80% പുനരധിവാസവും പൂർത്തീകരിച്ച സാഹചര്യത്തിൽ മറ്റുള്ളവരെ കൂടി വനത്തിന് പുറത്തെത്തിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവില് ചെട്ടിയാലത്തൂർ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 80ഓളം ആളുകൾ അവിടെ നിന്ന് മാറിപ്പോയ ഒരവസ്ഥയിലാണ് ഇന്ന് ചെട്ടിയാലത്തൂർ വനഗ്രാമം നിൽക്കുന്നത്. അപ്പോ ആ ഭാഗത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ട്രൈബൽ മേഖലയിലുള്ള ആളുകളുടെയാണ് നമ്മൾ ചെയ്തു വരേണ്ടത്. കഴിഞ്ഞ ഡിസംബർ മാസം ചേർന്നതായിട്ടുള്ള പുനരധിവാസ പദ്ധതിയുടെ ഡിസ്ട്രിക്ട് ജില്ലാതല കമ്മിറ്റി യോഗത്തില് ബഹുമാനപ്പെട്ട കളക്ടറുടെ നിർദ്ദേശം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സർക്കാരിൻ്റെതായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പദ്ധതിയായിട്ടുള്ള പുനരധിവാസ പദ്ധതിയിൽ ഏകദേശം 13 കൂടുതൽ കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയുടെ 80% കംപ്ലീറ്റ് ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും അവിടെ അടിസ്ഥാന വികസനത്തിനുള്ള ആയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വകയിരുത്തുന്നത്
ഇനിയും അവിടുന്ന് വിട്ടുപോകാത്ത ആളുകൾ അവിടെ തന്നെ നിലനിർത്തുന്നതിന് സഹായകരമാകുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നത് തീർത്തും സർക്കാർ താല്പര്യത്തിനെതിരാണ്. അപ്പൊ അതിനെതിരായിട്ട് ഇപ്പോഴാണ് നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ അത് ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ബഹുമാനപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കളക്ടറെ ബോധ്യപ്പെടുത്തിയിട്ടാണ് തുടർന്ന് മറ്റു കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. കുരുമുളകിന്റെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും വില 400-ന് താഴെ എത്തിയത് കർഷകർക്ക് തിരിച്ചടിയായി. പ്രളയനഷ്ടത്തിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയാണ് കറുത്ത പൊന്നിന്റെ വിലയിടിവ് കാരണം കർഷകർക്ക് നഷ്ടമായത്. ആദ്യഘട്ടത്തിൽ 400-ന് മുകളിലായിരുന്ന വില ഇപ്പോൾ 340 മുതൽ 350 രൂപ വരെയാണ്. 2 വർഷം മുമ്പ് 600-ന് മുകളിൽ വില ലഭിച്ചിരുന്നിടത്താണ് വില നേർപകുതിയിലേക്ക് അടുക്കുന്നത്. കുരുമുളക് പറിക്കാൻ തൊഴിലാളികളെ കിട്ടാതായതോടെ 700 മുതൽ 800 രൂപ വരെയായി കൂലി ഉയർന്നു. കർഷകന് മുടക്കുമുതൽ പോലും കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ശരാശരി 3 കിലോ പച്ചക്കുരുമുളക് ഉണക്കിയാൽ മാത്രമേ 1 കിലോ ഉണക്ക ലഭിക്കുകയുള്ളൂ. കുരുമുളകിന് പച്ചയ്ക്ക് 100-നും 110-നും ഇടയിൽ വില ലഭിക്കുന്നുണ്ട്. ഉണക്കമുളകിന്റെ വിലയുമായി തട്ടിച്ചു നോക്കിയാൽ കുരുമുളക് പച്ചയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് ലാഭകരമെന്നും കർഷകർ പറയുന്നു. വിപണിയിലേക്ക് കുരുമുളക് കൂടുതലായി എത്തുന്നതോടെ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. അനുപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ആദിവാസി വീട്ടമ്മമാരുടെ സഹന സമരത്തിന് 3 വർഷം പിന്നിട്ടു. മാനന്തവാടി ബിവറേജസ് ഷോപ്പിനെതിരെ ആദിവാസി വീട്ടമ്മമാർ നടത്തുന്ന സമരമാണ് 4ാം വർഷത്തിലേക്ക് കടക്കുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റാൻ മരണം വരെയും സമരമെന്ന് സമരനായികമാരായ മാക്കയും വെള്ളയും. 2016 ജനുവരി 26-നായിരുന്നു ആദിവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സമരം തുടങ്ങിയത്. 18 ആദിവാസി കോളനികൾക്ക് നടുവിലായി വള്ളിയൂർക്കാവ് റോഡിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെയായിരുന്നു സമരം. കോളനിയിലെ നിലവിലുള്ള മദ്യപാനികളുടെ മദ്യപാനത്തിന്റെ അളവ് കുറയ്ക്കാനും വളർന്നുവരുന്ന തലമുറയെങ്കിലും മദ്യവിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായിരുന്നു മാനന്തവാടി ഔട്ട്ലെറ്റിനെതിരെയുള്ള സമരം. എന്നാൽ കേരള ഗോത്രവർഗ കമ്മീഷൻ, മാനന്തവാടി സബ് കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, ഫയർ ആൻഡ് സേഫ്റ്റി, പട്ടികവർഗ വകുപ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഔട്ട്ലെറ്റിനെതിരെ റിപ്പോർട്ടുകളും ശുപാർശകളും നൽകിയിട്ടും സർക്കാർ ഇതൊന്നും വകവയ്ക്കാതെ സമരത്തെ അടിച്ചമർത്തി മദ്യവിൽപ്പന തുടരുകയായിരുന്നു. പ്രദേശത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി സംഘടനകൾ സമരപ്പന്തലിൽ പിന്തുണയുമായി എത്തി. 2016 ഓഗസ്റ്റ് 11-ന് സമരക്കാരുടെ ആവശ്യങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന മുൻ കളക്ടർ ആദിവാസികൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം മദ്യഷാപ്പ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ കോർപ്പറേഷൻ ഉച്ചയോടെ തന്നെ ഉത്തരവിന് ഹൈക്കോടതിയിൽ സ്റ്റേ സമ്പാദിച്ചു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് മദ്യനിരോധന സമിതിക്ക് ഈ കേസിൽ കക്ഷി ചേരാൻ പോലും കഴിഞ്ഞത്. 2017 ഏപ്രിൽ 3-ന് സമരക്കാർ നടത്തിയ ഉപരോധ സമരത്തിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. സമരത്തിന് നേതൃത്വം നൽകിയവരുൾപ്പെടെയുള്ളവരെ റിമാൻഡിലാക്കി. ഇവർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ഔട്ട്ലെറ്റ് പരിസരത്ത് പ്രവേശിക്കരുതെന്ന നിബന്ധനയുള്ളതിനാൽ 2017 ഏപ്രിൽ 17 മുതൽ സമരം സബ് കളക്ടർ ഓഫീസിന് മുന്നിലേക്ക് മാറ്റി. നിത്യവും ബസ് കൂലി നൽകി സമരത്തിനെത്താൻ കഴിയാത്തതിനാൽ ആഴ്ചയിൽ വന്നുപോകുന്നവരായി മാറി സമരക്കാരിൽ പലരും. എന്നാൽ സമരം അവസാനിപ്പിക്കാൻ ഇവർ ഇനിയും തയ്യാറല്ല. ഞങ്ങൾ വിചാരിച്ചൊരു കാര്യം, നമ്മുടെ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം ഇപ്പോൾ 3 വർഷം 4ാമത്തെ വർഷത്തിൽ കടന്നിരിക്കുന്നത്. 4 ഒരു 10 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദിവാസികളുടെ അവസാനത്തെ ആ മക്കളെ പോലും കൊലവിളിച്ചുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ അവരെ കുടിപ്പിച്ച് വിഷം കൊടുത്ത് നശിപ്പിച്ചുകൊണ്ട് അവരുടെ വംശനാശം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സംഹാര താണ്ഡവമാടുമ്പോൾ അതിൽ നിന്ന് ഏതാനും സഹോദരിമാർ ഈ മദ്യഷാപ്പിനെതിരെ ഇവിടെ വന്ന് സമരം തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. എവിടെയാണ് നമ്മുടെ ഭരണാധികാരികളുടെ നിയമനിർമ്മാണത്തിലെ പാവപ്പെട്ടവന്റെ മുഖമെന്ന്? അല്ലയോ മാനന്തവാടിയിലെ കേരളത്തിലെ സന്മനസ്സുള്ള മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മാക്ക പയ്യമ്പള്ളി, വെള്ള സോമൻ, കാക്കമ്മ വീട്ടിച്ചാൽ, ചോച്ചി കൊയിലേരി, സുശീല പൊട്ടംകൊല്ലി, ചിട്ടാങ്കി തുടങ്ങിയവരാണ് ഇപ്പോഴും സമരപ്പന്തലിൽ മാറി മാറി എത്തുന്ന ആദിവാസി അമ്മമാർ. തങ്ങളുയർത്തിയ ആവശ്യം നിറവേറ്റുന്നതിനിടയ്ക്ക് സമരപ്പന്തലിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും അത് സമൂഹത്തിന് നന്മയുടെ സന്ദേശം നൽകുമെന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. കുരുമുളക് പറിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ ഇരുമ്പ് ഏണി തട്ടി യുവാവ് മരിച്ചു. ആനപ്പാറ ചില്ലിംഗ് പ്ലാന്റിനു സമീപം താമസിക്കുന്ന ഇളംകുളം മനുവാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പുൽപ്പള്ളി താണിത്തെരുവിൽ
പഴശ്ശിരാജ കോളേജിന് പുറകുവശത്ത് കുരുമുളക് പറിക്കുന്നതിനിടെയാണ് അപകടം. സ്വകാര്യ മൊബൈൽ കമ്പനിക്ക് വേണ്ടി OFC കേബിൾ സ്ഥാപിക്കുന്നതിനായി കുഴിച്ച കുഴികൾ നികത്തുന്നതിൽ വൻ വീഴ്ച. കഴിഞ്ഞ ദിവസം മൺകൂനയിൽ ബൈക്ക് തട്ടി മറിഞ്ഞതിനെ തുടർന്ന് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റിരുന്നു. റിലയൻസ് ജിയോ കമ്പനിക്ക് വേണ്ടിയാണ് കേബിൾ കുഴികൾ എടുക്കുന്നത്. മൊബൈൽ കമ്പനി അധികൃതർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞായറാഴ്ച രാത്രി 10:30-നും 11-നും ഇടയിലായിരുന്നു അപകടം. മേപ്പാടി ഭാഗത്തു നിന്നും പാടിവയലിലേക്ക് പോവുകയായിരുന്ന പ്രിൻസിന്റെ KL12K 5754 നമ്പർ മോട്ടോർ സൈക്കിളാണ് അപകടത്തിൽപ്പെട്ടത്. എതിർവശത്തു നിന്ന് മറ്റൊരു വാഹനം വന്നപ്പോൾ ഇടതുവശത്തേക്ക് ചേർന്ന് ഓടിച്ച ബൈക്ക് റോഡിലെ മൺകൂനയിൽ കയറി മറിഞ്ഞാണ് അപകടം. വിജനമായ റോഡിൽ അരമണിക്കൂറോളം രക്തമൊലിച്ചു കിടന്ന ഇയാളെ കാൽനട യാത്രക്കാരായ ചിലർ അരപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടേക്കും കൊണ്ടുപോവുകയായിരുന്നു. ഹെൽമെറ്റ് ധരിച്ചിരുന്നിട്ടും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് അറിയുന്നത്. വടുവഞ്ചാലിനും മേപ്പാടിക്കുമിടയിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുഴികൾ എടുക്കുന്നുണ്ട്. ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡിലേക്ക് എടുത്തിട്ട മണ്ണ് നീക്കാനോ കുഴികൾ മൂടാനോ കമ്പനി അധികൃതർ തയ്യാറാകാത്തതാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് റോഡിലോട്ട് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഒരു രാത്രിയിൽ ഒരു ബൈക്കുകാരന് അപകടം ഉണ്ടായത്. പുള്ളി സീരിയസ് ആയിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലാണ്. ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഹെൽമെറ്റ് ധരിച്ചിട്ട് പോലും ഹെൽമെറ്റ് പൊട്ടി ബ്ലഡ് വരികയും കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പോൾ ഈ അശാസ്ത്രീയമായ മണ്ണിടലാണ് റോഡിലേക്ക് ആഴ്ചകളോളം മണ്ണ് ഇവിടെ ഇടുകയും അത് നികത്താതെ ഇടുന്നതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടം ക്ഷണിച്ചു വരുത്തിയ മൊബൈൽ കമ്പനി അധികൃതർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. സമൂഹം ഭിന്നശേഷിക്കാരോട് കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ ഹ്രസ്വ ചിത്രമൊരുക്കി ചീരാൽ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. അധ്യാപകരുടെ പിന്തുണ ലഭിച്ചതോടെ ആദിത്യ എന്ന ഹ്രസ്വ ചിത്രം നിർമ്മിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി. ഒഴിഞ്ഞ പൂക്കളല്ല നാം വിടർന്ന പൂക്കളാണു നാം, അടർന്നു പോകയില്ല നാം പിരിഞ്ഞു നിൽക്കയാണു നാം. ഒഴിഞ്ഞ പൂക്കളല്ല നാം വിടർന്ന പൂക്കളാണു നാം, അടർന്നു പോകയില്ല നാം വിരിഞ്ഞു നിൽക്കയാണു നാം. ഭിന്നശേഷിക്കാരോട് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളോടുള്ള പ്രതികരണമാണ് ആദ്യത്തെ എന്ന ഹ്രസ്വചിത്രം. ചീരാൽ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കഥയും തിരക്കഥയും സംവിധാനവും വിദ്യാർത്ഥികളായ ഹൈറുനിസയും അവന്തികയും നിർവഹിച്ചു. ഞാനാണ് ഈ കഥ സംവിധാനം ചെയ്യുന്നവരുടെ കൂടിയത്. ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരായ ഷിൻജിത് സാറ്, ജോബി സാറ്, പ്രണവ് സാർ ഇവരായിരുന്നു. ഞങ്ങൾ ഈ കഥ എടുക്കാനുള്ള സാഹചര്യം, എൻ്റെ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് നല്ലോണം സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ അവളെ എല്ലാ കുട്ടികളും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമം തോന്നി. പിന്നെ ഞങ്ങൾ 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൾ ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് വേറെ ഏതൊരു സ്കൂളിലേക്ക് പോയി. പിന്നെ ഭിന്നശേഷി ദിനത്തിനോടനുബന്ധിച്ച് ഒരു ഡോക്ടർ വന്നിരുന്നു, കൃഷ്ണപ്രിയ ഡോക്ടർ. ആ ഡോക്ടർ പറഞ്ഞതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ താല്പര്യം കിട്ടി. അതോട് ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്തു. പ്രധാന കഥാപാത്രങ്ങളായി അനാമിക, ഗായത്രി, നാജിയ, റിഫ, ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾക്കൊപ്പം അമൃത, മഞ്ജു, അനു, സുഷമ തുടങ്ങിയ അധ്യാപകരും അഭിനയിച്ചു. ആദിത്യ എവിടെ? നിനക്കെന്താ വായിൽ നാക്കില്ലേ? അതിനവള് പൊട്ടിയ ടീച്ചറെ. സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലുകളിൽ വേദനിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയെ ചേർത്തു പിടിക്കേണ്ട ബാധ്യതയാണ് ഈ ഹ്രസ്വചിത്രം നൽകുന്ന സന്ദേശം. സ്കൂളിന്റെ 71ാം വാർഷികത്തിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ചിത്രപ്രദർശനത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. വയനാട് വിഷൻ, ചീരാൽ. പ്രളയ പശ്ചാത്തലത്തിൽ സർക്കാർ കൊണ്ടുവന്ന സാലറി ചാലഞ്ച് അവസാനിപ്പിക്കുക എന്ന ആവശ്യവുമായി കേരള NGO അസോസിയേഷൻ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. ജീവനക്കാരെ 2 തട്ടിലാക്കുന്ന ഈ ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് NGO ജില്ലാ പ്രസിഡന്റ് മോബിഷ് P. തോമസ് അധ്യക്ഷനായിരുന്നു. ധർണ സംസ്ഥാന സെക്രട്ടറി AM ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VC സത്യൻ, KA മുജീബ്, TA വാസുദേവൻ, KT ഷാജി എന്നിവർ സംസാരിച്ചു. കേവലം കേരള NGO അസോസിയേഷനിലെ മെമ്പർഷിപ്പ് എടുത്തു നിൽക്കുന്നവരോ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരോ മാത്രമല്ല NGO അസോസിയേഷൻ അഡ്രസ് ചെയ്യുന്നത്. NGO അസോസിയേഷൻ നിലകൊള്ളുന്നത് അത് എന്നും എക്കാലവും കേരളം ആര് ഭരിച്ചിട്ടുണ്ടെങ്കിലും ആ ഭരണക്കാരുടെ കൊടിയുടെ നിറം നോക്കാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒപ്പം നിന്നിട്ടുള്ള
സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ ഈ 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രവർത്തകർ മാറി നിൽക്കുവാൻ ഞങ്ങൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ 25 ദിവസത്തെ ശമ്പളം കൊടുക്കാൻ തയ്യാറായി, 20 ദിവസത്തെ ശമ്പളം കൊടുക്കാൻ തയ്യാറായി. പക്ഷേ 30 ദിവസത്തെ ഗ്രോസ് സാലറിയിൽ 1 രൂപ കുറഞ്ഞാൽ ഞങ്ങൾ വാങ്ങില്ല എന്ന് പറഞ്ഞ ദാർഷ്ട്യത്തിനെതിരെയാണ് ഞങ്ങൾ മാറി നിൽക്കുവാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ പ്രവർത്തകർ. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ മാനന്തവാടി മുനിസിപ്പൽ മേഖലാ കൺവെൻഷൻ 30-ന് നടക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാനന്തവാടി മുനിസിപ്പൽ പരിധിയിലെ ചെറുകിട കച്ചവടക്കാരുടെ കൺവെൻഷൻ നടക്കുന്നത്. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനന്തവാടി മുനിസിപ്പൽ മേഖല കൺവെൻഷൻ ഈ മാസം 30-ാം തീയതി മാനന്തവാടി ഓഫീസേഴ്സ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് നടത്തുകയാണ്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ VR രവീച്ചമാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മാനന്തവാടി താലൂക്ക് വ്യവസായ ഓഫീസർ ശ്രീമതി അമ്പിളി പി. ഇവർ കൂടാതെ ചെറുകിട വ്യവസായ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുണ്ട്. ചെറുകിട വ്യവസായ മേഖലകളിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൺവെൻഷനിൽ ചർച്ചയാവും. ജില്ലാ സംസ്ഥാന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എ ഭാസ്കരൻ, സെക്രട്ടറി തോമസ് വർഗീസ്, VP തോമസ്, KP രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കമ്പളക്കാടിന് ഫുട്ബോൾ വസന്തമൊരുക്കി യങ് സ്റ്റാർ കെൽട്രോൺ വളവ് അണിയിച്ചൊരുക്കുന്ന സെവൻസ് ഫുട്ബോൾ മേള. കമ്പളക്കാട് സൂപ്പർ കപ്പ് എന്ന് പേരിട്ട മാമാങ്കം ഫെബ്രുവരി 3 മുതൽ കമ്പളക്കാട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കമ്പളക്കാടും പരിസരത്തുമുള്ള 10 ടീമുകളാണ് ഫെബ്രുവരി 17 വരെ നടക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ISL മാതൃകയിൽ നടക്കുന്ന ടൂർണമെന്റിലെ താരങ്ങളെ ലേലത്തിലൂടെയാണ് ടീമുകൾ സ്വന്തമാക്കിയത്. ടൂർണമെന്റിന്റെ വിജയത്തിനായി 51 അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഫ്ലഡ്ലൈറ്റ്സ് ടൂർണമെന്റിന്റെ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൂപ്പർ കപ്പ് എന്നുള്ളൊരു ടൂർണമെൻ്റാണ് ഈ ഫെബ്രുവരി 13 മുതൽ 17 വരെ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള ആ ടൂർണമെൻറ്റും കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറ അല്ലെങ്കിൽ യുവാക്കൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലഹരി, അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ, ഇതിനൊക്കെ എതിരെ ഒരു നാട്ടിലുള്ള ഒരു കൂട്ടായ്മയെ ജാതി എന്നില്ല, പ്രായവ്യത്യാസമെന്നില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിർത്തി ഒരു കൊല്ലത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 15 ദിവസം അതിലേക്ക് ലഹരി എന്നത് ഫുട്ബോളിലേക്ക് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ സൂപ്പർ കപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഉപക്ഷേത്രമായ പൈങ്ങാട്ടിരി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം തുടങ്ങി. യജ്ഞം ഫെബ്രുവരി 3-ന് സമാപിക്കും. യജ്ഞാചാര്യൻ AK.B. നായരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. തോണിച്ചാൽ മലക്കാരി ക്ഷേത്രത്തിൽ നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. തുടർന്ന് സാംസ്കാരിക സദസ്സ് മലബാർ ദേവസ്വം ബോർഡ് അംഗം ശശി പേരാമ്പർ ഉദ്ഘാടനം ചെയ്തു. മതാമൃതാനന്ദമയി മഠാധിപതി അക്ഷയാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തന്ത്രി കോഴിക്കോട്ടരി ശ്രീധരൻ നമ്പൂതിരിപ്പാട് യജ്ഞവേദിയിൽ ദീപം തെളിയിച്ചു. തുടർന്ന് ആചാര്യവരണം, ഭാഗവത മാഹാത്മ്യ വർണ്ണന എന്നിവ നടത്തി. മഞ്ജിത് കൃഷ്ണൻ, മാനേജർ K. നാരായണൻ, MS ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊയിലേരി ഉദയ വായനശാല ഫെബ്രുവരി 15 മുതൽ മാർച്ച് 3 വരെ വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിൽ നടത്തുന്ന ഫുട്ബോൾ മേളയുടെ ബ്രോഷർ പ്രകാശനം നടത്തി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത്. ട്രസ്റ്റി HM ഗോപി, കമ്മന മോഹനൻ, P. ഷംസുദ്ദീൻ, കൈപ്പാണി ഇബ്രാഹിം, കുഞ്ഞമ്മദ് വിൻസ്പോർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിദേശ താരങ്ങളും ടീമുകളും വള്ളിയൂർക്കാവ് മൈതാനത്ത് സംഘടിച്ചിരിക്കുകയാണ്. ഇവിടെ ഉദയ ഫുട്ബോൾ അതിൻ്റെ സംഘാടകന്മാരും ഇതുപോലെയുള്ള പൊതുപ്രവർത്തകനെ സഹായിക്കാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഔപചാരികമായി റിലീസ് ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.
കണ്ടിജന്റ് ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള കണ്ടിജന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി. സ്വീപ്പിംഗ് ഏരിയ പരിഗണിക്കാതെ മുഴുവൻ ജീവനക്കാരെയും പാർട്ട് ടൈംകാരാക്കുക, പാർട്ട് ടൈം ജീവനക്കാരെ കുടുംബശ്രീ വഴി നിയമിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുക, 10ാം ശമ്പള പരിഷ്കരണം കുടിശ്ശികയ്ക്ക് 2014 ജൂലൈ മുതലുള്ള മുൻകാല പ്രാബല്യം നൽകുക, കാഷ്വൽ സ്വീപ്പർമാർക്കും ആശ്രിത നിയമനം ബാധകമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ടറേറ്റ് ധർണ നടത്തിയത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി PN മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിജയ മനോഹരൻ അധ്യക്ഷനായിരുന്നു. ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പേരെഴുതി ഒപ്പിടാനുള്ള ഒരു അവകാശം നമുക്ക് കിട്ടി. പേരെഴുതി ഒപ്പിടുന്ന അവകാശം നിസ്സാരമല്ല. നമ്മൾ സർക്കാരിൻ്റെ ഓഫീസുകളിൽ, സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന തെളിവാണ് ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പിടുന്നത്. അതിനുള്ള അവകാശം നമുക്ക് കിട്ടി. 4000 രൂപ ശമ്പളമായി അനുവദിക്കപ്പെട്ടു. നമ്മൾ പ്രതീക്ഷയിലായിരുന്നു. വിവിധങ്ങൾ UDF, LDF സർക്കാർ മാറി മാറി വന്നു. എല്ലാ സർക്കാരുകളുടെ കാലത്തും കണ്ടിജന്റ് എംപ്ലോയീസിന് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്. വൈത്തിരി പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷം. കർഷകർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ 3 വർഷത്തോളമായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമായിട്ട് വനം വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. വൈത്തിരി പഞ്ചായത്തിലെ ലക്കിടി, തളിപ്പുഴ, അറമല, പഴയ വൈത്തിരി, ചാരിറ്റി, തളിമല തുടങ്ങിയ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വന്യമൃഗശല്യത്താൽ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇവിടങ്ങളിൽ രൂക്ഷമായ വന്യമൃഗശല്യം തുടങ്ങിയിട്ട്. ഈ കാലയളവിൽ തന്നെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്യമൃഗങ്ങൾ വരുത്തിവെച്ചത്. ആന, കുരങ്ങ്, മാൻ, പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളാണ് കർഷകരെ വലയ്ക്കുന്നത്. ഇതിൽ കാട്ടാനകളുടെയും കുരങ്ങുകളുടെയും ശല്യമാണ് രൂക്ഷം. രാവിലെ മുതൽ വൈകിട്ട് വരെ കുരങ്ങുകളെ ഓടിക്കാൻ നിൽക്കുന്ന കർഷകർ രാത്രിയായാൽ ആനയെ ഓടിക്കാൻ നിൽക്കേണ്ട അവസ്ഥയാണ്. ഉറക്കം പോലും കളഞ്ഞ് കൃഷിക്ക് കാവലിരുന്നിട്ടും ദിവസവും തോട്ടങ്ങളിലിറങ്ങുന്ന കാട്ടാന കാർഷിക വിളകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. ആനയിറങ്ങിയാൽ ഫോറസ്റ്റുകാർ എത്താറുണ്ടെന്നല്ലാതെ ആനയെ തുരത്താൻ വേണ്ട ഉപകരണങ്ങളില്ലാത്തതിനാൽ ഇവർ നോക്കുകുത്തികളായി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ. വന്യമൃഗങ്ങൾ തുടർച്ചയായി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനാൽ കൃഷി നിർത്തേണ്ട സാഹചര്യമാണ് നിലവിലെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ ഇവിടെ ഇന്നാളത്തെ ആ വെള്ളം കയറലും ഇതെല്ലാം കൂടെ ആയിട്ട് എല്ലാം നശിച്ചു പോയതാണ്. അതിന്റെ പുറത്താണ് ഇപ്പോൾ ഈ വാഴയൊക്കെ വെച്ചത്. അതാണ് ഇപ്പോഴും വന്നിട്ട് രണ്ടാമത് ആന, പന്നി ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ 2-3 വർഷമായില്ലേ ഈ ആനയുടെ ശല്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റമില്ല. ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാലും അവർക്ക് അതിന് യാതൊരു ഇതുമില്ല. അവർ വന്നിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വിടുക എന്നല്ലാണ്ട് പിന്നെ ഇതിനെ തുരത്താനുള്ള ഒരു പരിപാടി അവർ ചെയ്യില്ല. അവർ വന്നൊന്ന് നോക്കി പോവും. ഇവിടെ പിന്നെ നമ്മളെ പോലുള്ളവർ കിടന്ന് കഷ്ടപ്പെടുക എന്നല്ലാണ്ട് യാതൊരു രക്ഷയില്ല. ഇതുകൂടാതെ കുരങ്ങുകൾ വീടുകളിൽ കയറി ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതും സ്ഥിരം സംഭവമായിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികൃതർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. എല്ലാ സാധനം വീട്ടിൽ കയറി നശിപ്പിക്കുക, അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യുക, അത് സർക്കാർ ചെയ്തത്. പിന്നെ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. അത് വാഹനം വന്നിട്ടൊക്കെ നശിപ്പിച്ചിട്ട് അത് ചെയ്യാൻ താല്പര്യമില്ല. പ്രണവ്, വയനാട് വിഷൻ, വൈത്തിരി.